എല്ലാവർക്കും സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് കണ്ണിനല്പം പ്രശ്നം വന്നു, ഫോണൊന്നും നോക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ താമസിച്ചു. ഇന്നത്തെ വീഡിയോയിൽ കൃപാസനം പള്ളിയിൽ പോയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു, ഇതുവരെയും സാധിച്ചില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് പോയിട്ട് വരാം, എന്നാൽ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഒരു മരിയൻ ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ ഞങ്ങൾ പോയത് കോട്ടയത്ത് നിന്ന് തണ്ണീർമുക്കം ബണ്ട് റോഡ് വഴിയാണ് പോയത്. അതുവഴി ചേർത്തലയിൽ ചെന്നിട്ട് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും കൃപാസനം പള്ളിയുടെ അടുത്ത് ഇറങ്ങാനായിട്ട് KSRTC ഉണ്ടായിരുന്നു. അതിൽ കയറി കൃപാസനം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നീട് ഞങ്ങളകത്ത് കയറി മാതാവിനെ ധ്യാനിക്കുന്നിടത്ത് ചെന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. മാതാവിനെ ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചത്. എന്തോ അവിടെ ചെന്നിരുന്നപ്പം ഭയങ്കരമായൊരു സമാധാന അന്തരീക്ഷമായിരുന്നു. നല്ല ഇതായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടേക്ക് ഒരുപാട് ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് ഉടമ്പടി എടുക്കാനായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും എൻ്റെ ഫ്രണ്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നു. ഉടമ്പടി എടുക്കാൻ നിൽക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്നവരാണ് ഈ മുത്തുക്കുട പിടിക്കുന്നതും മാതാവിൻ്റെ ഫോട്ടോ പിടിച്ചിരിക്കുന്നതും ഈ ഒരു മെഴുകുതിരി സ്റ്റാൻഡൊക്കെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ പിന്നെ ഒരു സാക്ഷ്യം പറയുന്നതൊക്കെ കേട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പുറത്തുണ്ടായിരുന്ന ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, അവിടെ എത്തി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടിങ്ങനെ മണ്ണ് ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടും അവിടുന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഈ ഒരു രൂപത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നു. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും ഞങ്ങൾ കുമരകം വഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് വഴിയുള്ള യാത്രയെന്ന് പറയുമ്പം ഒരുപാട് കറങ്ങിയായിരുന്നു പോയത്. കുമരകം വഴിയായതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ എളുപ്പം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമുണ്ടായി. എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയുന്നത്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴേ എനിക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാനിടയായി. ഇനി അതിനെക്കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോ വരുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വിശ്വാസം അത് എന്നെ രക്ഷിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.